നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ അടുത്ത് ഏകദേശം ഒരാഴ്ച മുൻപ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ തന്റെ രാജ്യത്തെ സ്ത്രീകൾക്ക് ഒരു ഉത്തരവുമായി രംഗത്ത് വന്നിരുന്നു. രാജ്യത്തെ ജനന നിരക്ക് കുറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കാൻ സ്വന്തം നാട്ടുകാരായ സ്ത്രീകളോട് കരഞ്ഞു പറഞ്ഞ് രംഗത്ത് വരികയാണ് ഉണ്ടായത്. പലതരത്തിലുള്ള മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ വിചിത്രമായ നടപടികളും നിയമങ്ങളും ഉത്തര കൊറിയയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതൊന്നും അനുസരിച്ചില്ലെങ്കിൽ തല പോകുമെന്നും ഉറപ്പാണ്. അതുകൊണ്ട് ഭയത്തോടെയാണെങ്കിലും ഉത്തര കൊറിയക്കാർ അത് അനുസരിക്കും. അപ്പോഴായിരുന്നു ഏറ്റവും ഒടുവിലായി കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നത്. ഇപ്പോഴിത് അതേ പാത പിന്തുടർന്നുകൊണ്ട് മറ്റൊരു രാജ്യതലവനും രംഗത്ത് വന്നിരിക്കുകയാണ്. യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യൻ ജനതയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് വമ്പൻ മാറ്റങ്ങളാണ്. അബോർഷൻ നടത്താനുള്ള ദീർഘകാലമായി നിലനിൽക്കുന്ന അവകാശം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയാണിപ്പോൾ. പതിറ്റാണ്ടുകളായി റഷ്യയിൽ അബോർഷൻ നിയമപരമാണ്. എന്നാൽ അബോർഷൻ നിയന്ത്രിക്കണമെന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. വീട്ടിലിരിക്കാനും കൂടുതൽ സൈനികർക്ക് ജന്മം നൽകാനുമാണ് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. യുദ്ധത്തിൽ മരണസംഖ്യ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. നിലവിൽ 6,17,000 റഷ്യൻ സൈനികർ യുദ്ധമുഖത്തുണ്ടെന്ന് പുടിൻ വെളിപ്പെടുത്തി. രാജ്യവ്യാപകമായി പ്രതിദിനം 1,500 പേർ സൈന്യത്തിൽ ചേരുന്നുണ്ട്. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി സ്വകാര്യ ക്ലിനിക്കുകളിൽ അബോർഷൻ നിയന്ത്രിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വീട്ടിലിരിക്കുക, കൂടുതൽ സൈനികർക്ക് ജന്മം നൽകുക എന്ന സന്ദേശവും പ്രസിഡന്റ് പങ്കുവച്ചു. 8 കുട്ടികൾക്കെങ്കിലും ജന്മം നൽകി വലിയ കുടുംബങ്ങളാകൂവെന്ന് ഈ മാസം ആദ്യം പുടിൻ സ്ത്രീകളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇത് വ്യാപകമായ അടിച്ചമർത്തലാണെന്നാണ് ആളുകൾ കരുതുന്നത്. ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതികരിച്ച ലെഡ ഗാരിന എന്ന റഷ്യൻ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റിനെ ജോർജിയയിലേക്ക് നാടുകടത്തപ്പെട്ടു. 1990കളെ അപേക്ഷിച്ച് റഷ്യയിൽ അബോർഷൻ നിരക്ക് ഇതിനോടകം തന്നെ 10 ഇരട്ടിയായി കുറഞ്ഞെന്നാണ് റഷ്യൻ ഡെമോഗ്രാഫർ വിക്ടോറിയ സാക്കേവിച്ച് പറയുന്നത്. ഒരാഴ്ച കൊണ്ട് യുക്രൈൻ പിടിച്ചെടുക്കും. യുദ്ധം ആരംഭിക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അവകാശവാദം ഇങ്ങനെയായിരുന്നു. എന്നാൽ 2022 ഫെബ്രുവരി 24 ആരംഭിച്ച യുദ്ധം 1 വർഷം കഴിഞ്ഞിട്ടും തുടരുകയാണ്. പുടിന്റെ കണക്കുകൂട്ടലുകളെല്ലാം പിഴയ്ക്കുകയായിരുന്നു. നിലവിലെ സംഘർഷം പരിമിത യുദ്ധവുമായി നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. ഉപരോധവും സൈനിക നയതന്ത്രജ്ഞതയും മുൻനിർത്തി റഷ്യയെ ക്ഷീണിപ്പിക്കാനുള്ള നാറ്റോ സഖ്യത്തിന്റെ ശ്രമം വിജയിക്കില്ല. റഷ്യ, സിറിയ, ഇറാൻ, ഉത്തര കൊറിയ, ചൈന സഖ്യം പ്രായോഗിക തലത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രിയായതോടെ ഇസ്രായേൽ റഷ്യ സഹകരണത്തിലുള്ള സാധ്യതയും അപകടകരമായിരിക്കും. അങ്ങനെ 10 ലക്ഷത്തിലധികം സൈനികരുള്ള റഷ്യ പോലൊരു വൻ ശക്തിക്ക് മുന്നിൽ യുക്രൈൻ വേഗം മുട്ടുമടക്കുമെന്ന പ്രവചനം ഒന്നുമല്ലാതായി മാറി. കീഴടങ്ങാൻ തയ്യാറാകാതെ പൊരുതാൻ തീരുമാനിച്ച യുക്രൈന്റെ യുദ്ധവീര്യം ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ചെറുത്തുനിൽപ്പിന്റെ പുതിയ പര്യായമായി മാറി. തുടർന്ന് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും ഭീകരമായ പോർമുഖം റഷ്യയ്ക്കും യുക്രൈനുമിടയിൽ രൂപം കൊണ്ടു. യുദ്ധത്തിൽ യുക്രൈന് പിന്തുണയുമായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മുന്നോട്ട് വന്നു. ഇതോടെ റഷ്യ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുൻപോട്ട് പോയില്ല.